2023 നവംബർ 19 ചെങ്കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഇസ്രായേലി ബന്ധമുള്ള കാർഗോ ഷിപ്പ് ഗാലക്സി ലീഡർ. ഉടൻ തന്നെ കപ്പലിന് മുകളിലായി ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് കപ്പലിനുള്ളവർ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ കറുത്ത മുഖം മൂടി അണിഞ്ഞ ആയുധധാരികൾ കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. 25 പേരെ ബന്ദികളാക്കി. ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ആൻറ്റിഷിപ്പ് മിസൈലുകളും അറ്റാക്ക് ഡ്രോണുകളും തോക്കുകളും ഉപയോഗിച്ച് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 100-ലധികം ആക്രമണങ്ങളാണ് സമാന മേഖലയിൽ ഇതേ സംഘം അഴിച്ചുവിട്ടത്. അവരായിരുന്നു ഇസ്രായേലിനോട് നേരിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയ യമനിലെ ഹൂതികൾ. ഹൂതികളെ നേരിടാൻ അമേരിക്കയും ഇസ്രായേലും ഇന്ത്യയും അടങ്ങുന്ന 10-ലധികം രാജ്യങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നും വാർത്തകളുണ്ട്. വാസ്തവത്തിൽ ആരാണ് ഹൂതികൾ? എന്താണ് അവരുടെ ലക്ഷ്യം? എങ്ങനെയാണ് ഇവരുടെ നീക്കങ്ങൾ ഇസ്രായേലിനും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും ഒരു തിരിച്ചടിയായി മാറുന്നത്? ഈ പ്രതിസന്ധിക്ക് എന്താണ് പരിഹാരം? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വളരെ ലഘുവായിട്ടാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആരാണ് ഹൂതികൾ? യമനിലെ രാഷ്ട്രീയം കുറച്ച് സങ്കീർണതകൾ നിറഞ്ഞതാണ്. അതായത് യമനിലെ ഏതാണ്ട് 35% മുസ്ലിം മതവിഭാഗത്തിലെ ഷിയ എന്ന് പറയുന്ന വിഭാഗം ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ ബാക്കി വരുന്ന 65%-ൽ കുറഞ്ഞ വിഭാഗം ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തിയാൽ ഭൂരിപക്ഷമായിട്ട് വരുന്നത് 65%-ഉള്ള സുന്നി മുസ്ലിങ്ങളാണ്. ഈ സുന്നി മുസ്ലിം മതവിഭാഗത്തെ യമനിൽ പിന്തുണയ്ക്കുന്നത് സൗദി അറേബ്യയാണ്. അതേസമയം ഷിയ മുസ്ലിം വിഭാഗത്തെ യമനിൽ പിന്തുണയ്ക്കുന്നത് ഇറാൻ എന്ന ഷിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. അപ്പോൾ ഷിയ മുസ്ലിങ്ങളും സുന്നി മുസ്ലിങ്ങളും പരസ്പരം എതിരാളികളായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് യമൻ എന്ന് പറയുന്നത്. ഇതേ യമനിൽ ഇറാനും സൗദി അറേബ്യയും നേർക്കുനേർ വരുന്നത് കൊണ്ട് തന്നെ ആയുധമെടുത്ത് പോരാടുന്ന ഒരു ഗ്രൂപ്പ് ഷിയ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അവരാണ് ഹൂതികൾ എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം, ഹമാസ് എന്ന സുന്നി മുസ്ലിം മിലിറ്റൻ്റ് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഗാസയിലും ഫലസ്തീനിലുമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഘടനയാണ്. അതുപോലെ യമനിലെ ഷിയ മുസ്ലിങ്ങൾക്കിടയിലെ മിലിറ്റൻ്റ് ഗ്രൂപ്പാണ് ഹൂതികൾ എന്ന് പറയുന്നത്. സുന്നികളും ഷിയകളും മുസ്ലിം മതത്തിൻ്റെ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് എങ്കിലും അങ്ങനെ വിഭാഗങ്ങളൊന്നുമില്ല. ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാം എന്നാണ് 2 കൂട്ടരും അവരുടേതായ വിശ്വാസപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഏത് മതത്തിലാണോ, ഏത് ജാതിയിലാണോ, ഏത് ഉപജാതിയിലാണോ പിറന്നത് അതാണ് ശരി എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത പലപ്പോഴും മനുഷ്യൻ കാണിക്കാറുണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്ത തെളിവുകളെ മാത്രം അവൻ്റെ തലച്ചോറ് അംഗീകരിക്കുന്നതാണ് കൺഫർമേഷൻ ബയാസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. എന്താണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിഡിൽ ഈസ്റ്റിലെല്ലാം താമസിക്കുന്ന ആളുകൾക്കറിയാം, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം, ഈ 2 കൂട്ടരും പരസ്പരം ധാരാളം ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. പല സമയത്തും സംഘർഷങ്ങളും ഉണ്ടാവാറുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യത്തിൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ആയുധമേറിയ മിലിറ്റൻ്റ് ഗ്രൂപ്പുകൾ, അതായത് സുന്നി മിലിറ്റൻ്റ് ഗ്രൂപ്പും ഷിയ മിലിറ്റൻ്റ് ഗ്രൂപ്പും ഇസ്രായേലിനോടുള്ള വിരോധത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഹൂതികളുടെ ആപ്തവാക്യം തന്നെ നോക്കിയാൽ ഡെത്ത് ടു ഇസ്രായേൽ എന്നാണ്. അതായത് ഇസ്രായേലിൻ്റെ മരണത്തിന് വേണ്ടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് പോലും. ഇസ്രായേലിനോടും അമേരിക്കയോടും സിയോണിസത്തോടും സെക്യുലറിസത്തോടും കമ്മ്യൂണിസത്തോടും അടക്കമുള്ള ആശയങ്ങളോട് നേരിട്ട് വിരോധം പ്രഖ്യാപിക്കുന്ന, പലപ്പോഴും ആപ്തവാക്യമാക്കി തന്നെ ഉറക്കെ വിളിച്ചു പറയുന്ന ഇതിലെ പല സംഘടനകളും ചേർന്ന് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, പരസ്പരം ഒരുപാട് പ്രശ്നമുണ്ടെങ്കിലും ശത്രുവിൻ്റെ ശത്രു മിത്രമായതുകൊണ്ട് സുന്നി മിലിറ്റൻ്റ് സംഘടനകളും ഷിയ മിലിറ്റൻ്റ് സംഘടനകളും ഇസ്രായേലിനോടും അമേരിക്കയോടും പോരടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സംഘടനകളാണ്. ഇതേ കാരണം കൊണ്ടാണ് ഹമാസ് എന്ന സുന്നി ഇസ്ലാമിക് മിലിറ്റൻ്റ് ഗ്രൂപ്പിന് ഒരു പ്രശ്നം വന്ന സമയത്ത്, അല്ലെങ്കിൽ ഗാസയ്ക്ക് നേരെ ആക്രമണം വന്ന സമയത്ത് ഷിയ മുസ്ലിം മിലിറ്റൻ്റ് ഗ്രൂപ്പായ ഹൂതികൾ ആ പ്രശ്നത്തിൽ ഇടപെടുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 100-ലധികം കപ്പലുകളെയാണ് അറ്റാക്കിംഗ് ഡ്രോണുകളും ആൻറ്റിഷിപ്പ് മിസൈലുകളും തോക്കുകളും ഉപയോഗിച്ച് ഇപ്പോൾ ഹൂതികൾ ആക്രമണത്തിനിരയാക്കിയിരിക്കുന്നത്. എന്നാൽ ഏത് തരം കപ്പലുകളെയാണ് ഇവർ ആക്രമിക്കുക? ആ കാര്യം ഹൂതികൾ തന്നെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തുന്ന കപ്പലുകൾ, ഇസ്രായേലിലേക്ക് പോകുന്നതോ വരുന്നതോ ആയ കപ്പലുകൾ, ഇനി അതും അല്ലെങ്കിൽ ഇസ്രായേലി ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ. എന്നാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് കപ്പലുകൾ വർഷാവർഷവും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് ചെങ്കടലിൻ്റെ ഭാഗങ്ങൾ. ആ ഭാഗത്തൂടെ പോകുന്ന കപ്പലുകൾ ഇസ്രായേലിൻ്റെ കപ്പലുകളാണോ, ഇസ്രായേലിലേക്കാണോ പോകുന്നത്, ഇസ്രായേലിൽ നിന്ന് വരികയാണോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നല്ല പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് ഇവർ ആ കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തോന്നുന്ന കപ്പലുകൾ, അതായത് ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട് എന്നോ ഇസ്രായേലിലേക്ക് പോയി വരികയാണ് എന്നോ ഞങ്ങൾക്ക് തോന്നുന്ന കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് ഹൂതികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾക്കൊരു കാര്യം വ്യക്തമാണ്, ഹൂതികൾക്ക് സ്വാധീനമുള്ള ചെങ്കടലിൻ്റെ ഭാഗങ്ങളിൽ ഒരു കപ്പലും സുരക്ഷിതമല്ല. ഈ സംഭവം തെളിയിക്കുന്ന നിരവധി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കയിലേക്ക് പോവുകയായിരുന്ന കപ്പലിനെയും നോർവീജിയൻ ഫ്ലാഗുള്ള കപ്പലിനെയും എന്തിന്
ഇന്ത്യൻ കപ്പലിനെ പോലും ആക്രമിക്കാനുള്ള ശ്രമങ്ങളും പലതും ആക്രമിക്കുകയും ഹൂതികൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെങ്കടലിൽ ഹൂതികൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ ഒരു കപ്പലും സുരക്ഷിതമല്ല എന്നാണ് ഇപ്പോൾ ലോകത്ത് പ്രചരിക്കുന്ന വാർത്ത. സ്വാഭാവികമായിട്ടും ഇത് ചെങ്കടൽ ഭാഗങ്ങളിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ സാരമായ രീതിയിൽ ബാധിച്ചിട്ടുമുണ്ട്. ബാബൽ മണ്ടേബ് കടലിടുക്കിലാണ് ഹൂതികൾ കാര്യമായ ആക്രമണങ്ങളെല്ലാം അഴിച്ചുവിടുന്നത്. ഇത് നിസ്സാരമായിട്ടുള്ളൊരു സ്ഥലമായി കണക്കാക്കരുത്. വർഷാവർഷവും 17,000-ലധികം കാർഗോ ഷിപ്പുകളാണ് ആ മേഖലയിലൂടെ കടന്നു പോകുന്നത്. 2023 ആദ്യ പാതിയിലെ കണക്ക് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക സമുദ്ര എണ്ണ വ്യാപാരത്തിൻ്റെ 12%, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ 8% ഈ ഭാഗത്തിലൂടെയാണ് നടക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. നിസ്സാരമായ 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ 100-ലധികം ആക്രമണങ്ങളാണ് ഈ മേഖലയിൽ ഹൂതികൾ അഴിച്ചുവിട്ടത്. അവർ പറയുന്നത് എന്താണ്? ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കും. അതുകൊണ്ട് തന്നെ ഇത്രയും വില കൂടിയ വെസലുകൾ ഇസ്രായേലിന് വേണ്ടി സമുദ്രത്തിലിറക്കാൻ കപ്പൽ കമ്പനികൾ തയ്യാറാവുമോ? അല്ലെങ്കിൽ വില കൂടിയ സാധനങ്ങൾ ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്യാനും അവിടെ നിന്ന് വാങ്ങി തിരിച്ചു കൊണ്ടുവരാനും മറ്റേതെങ്കിലും രാജ്യങ്ങൾ തയ്യാറാവുമോ? സാരമായ രീതിയിൽ ഇസ്രായേലിൻ്റെ ട്രേഡിനെ ഇത് ബാധിക്കുമെന്ന കാര്യം തർക്കമില്ലാത്തതാണ്. അത് ശരിവെക്കുന്ന രീതിയിൽ ഇസ്രായേലിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നും ഇസ്രായേലിൻ്റെ പ്രധാന വിനോദസഞ്ചാര മേഖലയുമായ ചെങ്കടലിലേക്ക് തുറന്നു കിടക്കുന്ന എയിലറ്റ് തുറമുഖത്തിൻ്റെ 85% പ്രവർത്തനവും അവസാനിപ്പിച്ച മട്ടാണ്. എന്നാൽ ഈ സംഭവങ്ങൾ ഇസ്രായേലിനെ മാത്രമാണോ ബാധിക്കുന്നത്? അല്ല എന്ന് ഉറപ്പിച്ച് പറയാം. സൂയസ് കനാലിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന സമയത്ത് ടോൾ പിരിച്ച് തങ്ങളുടെ രാജ്യത്തിന് വലിയ വരുമാനമാക്കി മാറ്റുന്ന ഒരു രാജ്യമുണ്ട്, ഈജിപ്ത് എന്ന രാജ്യം. എന്നാൽ ആ രാജ്യം ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ചെങ്കടൽ ഭാഗങ്ങളിലൂടെ യാത്ര പോവാൻ കപ്പലുകൾ തയ്യാറായിട്ടില്ല എങ്കിൽ ഈജിപ്തിനെ സാരമായ രീതിയിൽ അത് ബാധിക്കും. അത് ശരിവെക്കുന്ന കണക്കുകളും ഈ അടുത്ത് പുറത്തു വന്നിട്ടുണ്ട്. AP മൊള്ളർ മസ്കും ഹെപ്പാഗ് ലോയിഡും പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 5 കപ്പൽ കമ്പനികളിൽ 4 ചെങ്കടലിൽ നിന്ന് പിൻവാങ്ങി എന്ന വാർത്തകൾ ഇതിനോടകം പുറത്തു വന്നു. സ്വാഭാവികമായിട്ടും അത് ഈജിപ്തിനെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളെയും ഇത് വലിയ രീതിയിൽ ബാധിക്കാൻ പോവുകയാണ്. കാരണം എന്താണ്? നമുക്കറിയാം, യൂറോപ്പിലേക്കുള്ള എണ്ണയാണെങ്കിലും ഭക്ഷ്യധാന്യങ്ങളാണെങ്കിലും ചെങ്കടലിലൂടെയുള്ള വ്യാപാരത്തിന് അതിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ റെഡ് സീയിൽ നിന്ന് വലിയ കപ്പൽ കമ്പനികളെല്ലാം പിൻവാങ്ങിയാൽ അവർക്കുള്ള മറ്റ് പ്രധാനപ്പെട്ട വഴി ഏതാണ്? നമുക്കറിയുന്നത് പോലെ ആഫ്രിക്കയെ ചുറ്റിവരിഞ്ഞുകൊണ്ട്, അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനെ ചുറ്റിക്കൊണ്ട് വളഞ്ഞ വഴിയാണ്. ഈ വഴിയിലൂടെ വന്നാൽ എന്താണ് സംഭവിക്കുക? കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ടി വരും. കൂടുതൽ ദൂരം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതൽ പേർക്ക് കൂടുതൽ ദിവസത്തെ ശമ്പളം കൊടുക്കുക എന്നൊരു അർത്ഥമുണ്ട്. അതുപോലെ കൂടുതൽ ഇന്ധനം ചെലവഴിക്കണം എന്നും ഒരു അർത്ഥമുണ്ട്. അതായത് ഈ കപ്പലിൽ കൊണ്ടുപോകുന്നത് ഒരു സേഫ്റ്റി പിന്നാണെങ്കിൽ കൂടി അതിൻ്റെ വില വർധനവിന് ഈ ഒരു സംഭവം കാരണമാവുന്നതാണ്. കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കാൻ തീരുമാനമെടുക്കുന്നു. ഇസ്രായേലിനെ മാത്രം ബാധിച്ചാൽ മതിയല്ലോ. എന്നാൽ ഇത്തരത്തിലുള്ള ചെയിൻ റിയാക്ഷൻ സംഭവ വികാസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലടക്കം ഇതിൻ്റെ അലയൊലികൾ കാണാനുള്ള സാധ്യത വളരെ അധികമാണ്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ചെങ്കടലിലൂടെ കപ്പലുകൾ പോവുകയാണല്ലോ, ഏത് നിമിഷവും ഏത് കപ്പലും ആക്രമിക്കപ്പെട്ടേക്കാം. ഇൻഷുറൻസ് കമ്പനികൾ വെറുതെ നിൽക്കുമോ? ഇല്ല. അവർ അപകട സാധ്യത മനസ്സിലാക്കി ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുന്നതാണ്. അതേ കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ചെങ്കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകൾ അടയ്ക്കേണ്ട ഇൻഷുറൻസ് പ്രീമിയം 200%, അതായത് ഇരട്ടിയായിട്ടാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തുന്ന കപ്പലുകളാണെങ്കിലോ 2.5 ഇരട്ടിയായിട്ട് ആ തുക പല ഇൻഷുറൻസ് കമ്പനികളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ പല ഇൻഷുറൻസ് കമ്പനികളും ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളാണെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടം ഞങ്ങൾ വഹിക്കില്ല എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. കാര്യം വേറെയൊന്നുമല്ല, ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കില്ല എന്ന് തന്നെയാണ് പല കമ്പനികളും പറഞ്ഞിട്ടുള്ളത്. ഈ അടുത്ത് എവർ ഗിബൺ എന്ന കപ്പൽ സൂയസ് കനാലിൻ്റെ ഭാഗങ്ങളിൽ കുടുങ്ങി ഒരു കപ്പലിനും പോവാനോ വരാനോ ചെങ്കടലിലൂടെ യാത്ര ചെയ്യാനോ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു ദിവസം ലോകത്തിന് നഷ്ടമായത് $10 ബില്യൺ ആയിരുന്നു. അത് നമുക്കറിയാം. ആ കപ്പലിനെ മാറ്റിക്കഴിഞ്ഞാൽ യാത്ര പുനരാരംഭിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു യുദ്ധസമാന സാഹചര്യം അങ്ങനെയാണോ? ഏത് നിമിഷവും ഏത് കപ്പലും ആക്രമിക്കപ്പെട്ടേക്കാം എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനിശ്ചിത കാലത്തേക്ക് തന്നെ വരുന്നതാണ്. എന്നിത് അവസാനിക്കുമെന്ന് പോലും നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതല്ല. എന്നാൽ ഹൂതികൾ എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് സഖ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഹൂതികൾക്ക് ഇസ്രായേലിനെ എതിർക്കണമെന്നുമുണ്ട്. ഇസ്രായേലിൻ്റെ മരണമാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യവും. എന്നാൽ
ഗാസയിലെ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 19,000-ലധികം പേർ അവിടെ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു. സാധാരണക്കാരായ മനുഷ്യന്മാർ പോലും അവിടെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗാസയുടെ മാപ്പ് നമ്മൾ നോക്കിയാൽ വ്യക്തമാണ്, അതിൻ്റെ 3 ഭാഗവും ഇസ്രായേലുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. സമുദ്രം പോലും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലാണ്. എന്നാൽ ഈ ഗാസയ്ക്ക് പുറത്തേക്ക് പോകാനുള്ള ഏക വഴി ഈജിപ്ത് മാത്രമാണ്. ഇങ്ങനെ ഗാസയെ ചുറ്റുനിന്നും വരിഞ്ഞു മുറുക്കി കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നും ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നുമാണ് ഹൂതികൾ ആദ്യമായി ആവശ്യപ്പെടുന്നത്. എന്നാൽ ഹൂതികളുടെ ഈ ശ്രമമില്ലേ, നമുക്ക് യമനിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാലോ. അവിടെ 2014 ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിനെതിരെയാണ് വലിയ പോരാട്ടങ്ങൾ ഹൂതികൾ നടത്തിയത്. ഞങ്ങളാണ് ഗവൺമെൻറ് എന്ന് പോലും അവർ പറയുന്നുണ്ട്. പക്ഷേ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഇപ്പോഴും അവരായിട്ടില്ല. അങ്ങനെയുള്ള അവർക്ക് ഞങ്ങളാണ് യമനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നും ഞങ്ങളൊരു വലിയ ശക്തിയാണ് എന്നും വിളിച്ചോതേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു ഗ്ലോബലായിട്ടുള്ള അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊരു ശ്രമം നടത്തുന്നത് എന്നും വിദഗ്ധാഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് മറ്റ് ലോകരാജ്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമായിട്ട് മാറുന്ന സമയത്ത് ആ രാജ്യങ്ങൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഇസ്രായേലിന് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങേണ്ട അവസ്ഥ വരുമെന്നതായിരിക്കാം ഹൂതികളുടെ ഒരു നിഗമനം. പക്ഷേ ഇസ്രായേൽ അങ്ങനെ കീഴടങ്ങാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് അവരുടെ ഭാഗമായി അവരും പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, ബഹ്റിൻ, ഇറ്റലി തുടങ്ങിയ 10ഓളം രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിലാണ് ഈ ഒരു ഹൂതികളുടെ ആക്രമണ ശ്രമങ്ങളെ നേരിടാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. ഈ 10 രാജ്യങ്ങളെല്ലാം ഹൂതികളെ നേരിടുകയാണെങ്കിൽ അത് ഹൂതികൾക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇറാനിൻ്റെ സപ്പോർട്ടോടെയാണല്ലോ ഈ ഹൂതികൾ നിൽക്കുന്നത്. പക്ഷേ ഇറാൻ അത് പബ്ലിക്കലി ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഈ കപ്പലാക്രമണങ്ങൾ നടത്തുന്നത് തങ്ങൾ പറഞ്ഞിട്ടാണ് എന്ന് ഇറാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഹൂതികളെ ഈ 10 രാജ്യങ്ങൾക്ക് നേരിടുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമായിരിക്കുമെന്നും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇതൊന്നും കൂടാതെ അമേരിക്കയുടെ 5000 സൈനികരും അവർക്ക് വേണ്ട ഹെലികോപ്റ്ററുകളും ഫൈറ്റർ വിമാനങ്ങളും അടക്കം റെഡ് സീയുടെ ഭാഗങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട്. റെഡ് സീ ഫോഴ്സ് എന്ന പേരിലാണ് ഹൂതികളെ നേരിടാൻ അമേരിക്ക ഇത്തരത്തിൽ തയ്യാറെടുക്കുന്നത്. ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലവർധനവെല്ലാം ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റെഡ് സീയിലെ ചരക്ക് ഗതാഗതം സുഗമമായി നടക്കേണ്ടത് ഇന്ത്യയുടെ കൂടെ ആവശ്യമാണ്. ഇതേ കാരണം കൊണ്ട് അറബിക്കടലിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ ഹൂതികളുടെ ആക്രമണത്തെ നേരിടാൻ INS കൊച്ചിയെ അടക്കം ഇന്ത്യൻ നേവിയും തയ്യാറാക്കി നിർത്തിയെന്നും വാർത്തകളുണ്ട്. എന്നാൽ ലോകത്തെ ആകമാനം ബാധിച്ചേക്കാവുന്ന, എന്നെയും നിങ്ങളെയും ബാധിച്ചേക്കാവുന്ന ഈ പ്രശ്നത്തിന് പരിഹാരമൊക്കെയുണ്ട്. പരിഹാരം എന്ന് പറയുന്നത് ഒന്നുകിൽ ഹൂതികൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ കേട്ട് ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുക, അല്ലെങ്കിൽ അമേരിക്കൻ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മ ഹൂതികൾക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തുക. പക്ഷേ ഈ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അറിയുന്നത് പോലെ റെഡ് സീയുടെ ഭാഗങ്ങളിലാണ് വീണ്ടും യുദ്ധം നടക്കുക. വീണ്ടും ചരക്ക് ഗതാഗതത്തിന് അത് തടസ്സമായി മാറിയേക്കാം. മൂന്നാമത്തെ സാധ്യത പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി പ്രശ്നം രമ്യമായി പരിഹരിക്കുക എന്നതാണ്. ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഈ ചെങ്കടലിൻ്റെ ഭാഗങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ സൂയസ് കനാലിന് ബദലായിട്ടുള്ളൊരു പാത എന്തുകൊണ്ട് ഇസ്രായേൽ സ്വപ്നം കാണുന്നു എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ തന്നെ അങ്ങനെ ഒരു പാത ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ സുരക്ഷിതമായി ഇസ്രായേലിൻ്റെ ചരക്ക് ഗതാഗതം നടത്താൻ അവർക്ക് സാധിച്ചേനെ. അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടുപോക്കാവുന്നതാണ്. കാര്യങ്ങൾ എന്താണെങ്കിലും ചെങ്കടൽ ഭാഗങ്ങളിൽ ഇപ്പോൾ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന വാർത്തകൾക്ക് പിന്നിലെ യഥാർത്ഥ കാര്യങ്ങൾ എന്താണ് എന്നും എന്താണ് ഇസ്രായേൽ ഹൂതി പ്രശ്നമെന്നും വ്യക്തമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ എഴുതണം. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.